ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തദ്രീബു തിലാവയിലെ അദ്ദറസു ഹാദി അഷ്റ 11ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണ്? ദാലാണ്. ദാല്, പുള്ളിയുള്ള ദാല്. പുള്ളിയുള്ള ദാലാണ് കേട്ടോ. ദാല് പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ദാല് ആയി പോവരുത്. ദാല് ദാല്. അപ്പം മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എന്താ, ചിത്രത്തിൽ എന്താ വന്നത്? ഈച്ച അല്ലേ? ഈച്ചക്ക് നമുക്കിവിടെ ഫ്ലൈ. അപ്പോൾ ഇവിടെ എന്താ വായിക്കുക? അറബിയിൽ എന്താണ്? ദുബാബ്, 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 ഫ്ലൈ. താഴെയുള്ളത് നമുക്ക് നോക്കാം. ദബഹുൻ, ദബഹുൻ, ദുബാബുൻ, ദിഅബുൻ, ദിഅബുൻ, ജദ്ബുൻ, 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 ജദ്, ദ്, ദി, ദു, ദ്, ജദ്ബുൻ. അപ്പോൾ മനസ്സിലാക്കുക. ദു, ദി, ദ്, ജദ്ബുൻ. ദു, ദി, ദുൻ, ലൊമ്മ തൻവീൻ, ദുൻ. ഇത്, ഇത്, ഇത്. ദു, ദി, ദുൻ. ഖുദ്, ഖുദ്. അപ്പോൾ ദാല് മറ്റൊരക്ഷരത്തിനോട് ചേർത്ത് എഴുതുന്ന രീതിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദാല് പഠിച്ചിരുന്നു. അപ്പോൾ അതിന് പുള്ളി ഇല്ലായിരുന്നു. അപ്പോൾ ഇതിന് പുള്ളി ഉണ്ടെന്ന് മാത്രം വ്യത്യാസമുള്ളൂ. എഴുത്ത് രീതിയൊക്കെ അതുപോലെ തന്നെ മനസ്സിലാക്കാം. ഇനി ദാലിനെ നീട്ടുന്നു. ഫതഹ അലിഫ് കൊണ്ട് നീട്ടുന്നു. ദാല് എഴുതുന്ന രീതി മനസ്സിലാക്കി എഴുതുക. എന്നിട്ട് ഇതുപോലൊക്കെ എഴുതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് എന്താ? നെക്ര വായിക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. നമ്മളിതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ ചേർത്തിട്ടുള്ള വേർഡ്സുകളാണ് നമ്മൾ പഠിച്ചതാണല്ലേ. തത്, 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 ഹുദ്, 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 ഇത്, 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 ഹിദാഉൻ, 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 അദൂബു, അദൂബു, അദൂബു. നെക്സ്റ്റ് ജദീദുൻ, 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 ജദീദുൻ. ഹു ബി തൻ സുൻ. മനസ്സിലാക്കുക. നീട്ടാൻ വന്നത് ഫതഹ തൻവീൻ, ലൊമ്മ തൻവീൻ. മനസ്സിലാക്കട്ടോ. ഇനി എന്താണ്? താഴെ തന്ന ആയത്തിൽ നിന്ന് നമുക്ക് ദാല് കണ്ടെത്തണം. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് അഹദല്ലാഹു, ഇത് അഹദല്ലാഹു. നെക്സ്റ്റ് അന്തർത്തഹും, ഇവിടെ ദാല് വന്നു. പിന്നെ തുന്തിർഹും, തുന്തിർഹും, ദീ വന്നു. മനസ്സിലാക്കുക. അപ്പോൾ നൂനും ദാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് വരിക എന്നിങ്ങനെ എഴുത്ത് രീതി എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് മനസ്സിലാക്കട്ടോ. ഇനിയാ നക്ര മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ദാല് വന്ന ചെറിയ 2 വേർഡ്സുകളാണ്. അപ്പോൾ നമുക്ക് വായിച്ചു കൊടുക്കാം. എന്താണ്? അഹദ, 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 ബിദാത്തി, ബിദാത്തി, ബിദാത്തി. മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ തോലിവ് നോക്കാം. അപ്പോൾ ഫ്ലൈ, ദുബാബ്, ദുബാബ്. മനസ്സിലാക്കുക. ഇനി ഇവിടെ നുലവി നിറം നൽകണം. ദാല് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൂടെ നിറം നൽകാം. 2 എണ്ണം, 2നും 2 വ്യത്യസ്ത നിറങ്ങൾ നൽകാം. അപ്പോൾ ഇത് അക്ഷരത്തോട് ചേർത്ത് വരുമ്പോഴുള്ള രീതി ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. നമ്മൾ എഴുതുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. ഇനി നുലവിൻ ബാലൂൻ, അത് താഴെയുള്ള ബലൂണുകളുണ്ട്.
അതിൽ ദാലിന് മാത്രം നിറം നൽകാനാണ്. വേറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ദാല് നമ്മൾ മനസ്സിലാക്കിയിട്ട് ദാലിലുള്ള ബലൂണിന് മാത്രം നിറം നൽകുക. ഇവിടെ ദാല്, ഇതും ദാല്. ഇത് ഏതക്ഷരം? ജീമാണ് അല്ലേ? അപ്പോൾ അതിന് കൊടുക്കണ്ട കേട്ടോ. ഇത് ഹ, അതിനും കൊടുക്കണ്ട. ഇത് ദാല്, അപ്പോൾ അതിന് നിറം നൽകുക. ഇത് ഹ ആണ്, അപ്പോൾ ഇതിനും കൊടുക്കണ്ട. ഇത് ദാല്, അപ്പോൾ ഇതൊക്കെ കൊടുക്കുക. അപ്പോൾ ദാലുകൾ എത്ര ഉണ്ട്? 1 2 3 4 ദാലുണ്ട്, അതിന് കൊടുക്കുക. അപ്പോൾ ഇതിൽ ദാലുള്ളത് നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള നിറങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി എന്താ ഇവിടുത്തെ മുറബ അല ദാല് താഴെ തന്നതിൽ? അപ്പോൾ ഇവിടെ എന്താണ്? ദാലിന് ചതുരം വരച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ധനബുൻ എന്നതിന് നമുക്കൊരു ചതുരം വരച്ച് നൽകാം ദാലിന് കേട്ടോ. ധനബുൻ. അടുത്തത് നെതറുൻ എന്നുള്ളതിൽ നടുക്കാണ് വന്നത്. അപ്പം നമുക്ക് നടുക്ക് ഒരു ചതുരം വരച്ചു കൊടുക്കാം. അടുത്തതാ ഉദുനുൻ അഹദ അവസാനത്തിലാണ് വന്നത്. അടുത്തതാ ഹദറുൻ അപ്പം അങ്ങനെ നമുക്കത് പൂർത്തിയാക്കാം. ഇനി താഴെ തന്നത് എന്താണ്? ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ദാലിന് നമുക്ക് വൃത്തം വരച്ചെടുക്കണം അല്ലേ? സർക്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബ ജീം ദാല്, അപ്പോൾ ദാലിന് നമുക്ക് വൃത്തം വരച്ചു കൊടുക്കാം. പിന്നെ ദാല്, അപ്പോൾ ഇവിടെ വൃത്തം വരയ്ക്കാം. അടുത്തതും ദാല്, അപ്പോൾ അതിനും വൃത്തം നൽകാം. ദാല്, അപ്പോൾ ദാലുകൾക്ക് മാത്രമാണ് നമുക്ക് വൃത്തം വരയ്ക്കേണ്ടത്. ഇവിടെ ഹ, അപ്പോൾ അത് മനസ്സിലാക്കുക. ദാലുകൾ തിരിച്ചറിഞ്ഞിട്ട്, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഓരോരോ അക്ഷരങ്ങളും പറഞ്ഞു പോരാ. എന്നിട്ട് ദാലെത്തുമ്പോൾ നമുക്ക് അവിടെ വൃത്തം വരച്ചു കൊടുക്കാം. അടുത്തത് എന്താണ്? ഇവിടെ അക്ഷരങ്ങൾ ഓരോ വേർഡ്സുകൾ തന്നിട്ടുണ്ട്. ന ബ ദ. അപ്പോൾ ഇത് എന്താണ്? ചേർത്ത് എഴുതാതെയാണ് തന്നത്. അപ്പോൾ അത് താഴോട്ട് നമുക്ക് ചേർത്ത് എഴുതി കൊടുക്കാം. ന ബ ദ. അപ്പോൾ അവസാനിക്കുമ്പോൾ ദാല് എഴുതുന്നത് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് എഴുതുക. പിന്നെ അ ഹ ദ, അഹദ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പഠിച്ച വേർഡുകളാണ്. അപ്പോൾ അതവിടെയൊക്കെ നോക്കിയിട്ട് ബുദ്ധിയിൽ തെറ്റാതെ എഴുതുക. ഹ ഒക്കെ അങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ എഴുതുക എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതുപോലെ ഇബുൻ എന്നത് നമ്മളിതിൻ്റെ പാഠഭാഗം വായിക്കുമ്പോൾ അവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റുകൂടാതെ അതിലേക്ക് നോക്കിയിട്ട് ഇവിടെ ചേർത്ത് എഴുതി കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. എക്സാമിനൊക്കെ ഇതേപോലെ ചേർത്ത് എഴുതാൻ വന്നാൽ നമുക്ക് പാഠഭാഗത്തിൽ നോക്കി എഴുതാൻ പറ്റൂല. അപ്പോൾ മനസ്സിലാക്കട്ടോ. അടുത്തതാ ദബഹുൻ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. ഇനി നക്തുബ് താഴെയുള്ളത് എഴുതാനാണ്. ഹിദാഉൻ. അപ്പോൾ അത് 4 കളങ്ങളുണ്ട്. അപ്പോൾ 1 2 3 4 അങ്ങനെ ഓർഡറിൽ മുകളിലേക്ക് എഴുതാം. ഊദൂ അതുപോലെ എഴുതാം. അടുത്തതാ ജദീദുൻ. അപ്പോൾ ഞാൻ ദാല് പറയുമ്പോൾ ദാലായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ദാലാണ് ദാലല്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത് റുബാബുൻ. അപ്പോൾ ഒക്കെ വായിച്ചിട്ട് എഴുതി മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? അപ്പോൾ എന്താണ് ഇവിടെ? നസ്തമിയു വനക്തുബു. നിങ്ങൾക്ക് ഇവിടെ 4 കളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വേർഡ്സ് പറഞ്ഞു തരും, അത് എഴുതാനാണ്. നമ്മളിപ്പോൾ പഠിച്ച ദാല് വരുന്ന ഏതെങ്കിലും 4 വേർഡ്സുകൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. അപ്പോൾ ഇനി അത് ഹോംവർക്കായിട്ട് തന്നതാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 4 വേർഡ്സുകൾ നിങ്ങൾക്ക് ദാല് വരുന്നത് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടേക്ക് എഴുതാം. ഇതിൽ ദാല് വന്ന വേർഡ്സുകളുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 വേർഡ്സുകൾ അവിടേക്ക് നിങ്ങൾ പാഠഭാഗത്തിലില്ലാത്തത് വേണമെങ്കിൽ അത് നോക്കി ഇവിടെ ഉണ്ടെങ്കിൽ അത് എഴുതാം. അതുപോലെ ഇവിടെയും വന്നതുണ്ട്. ഇത് അഹദ ദിഅ്ബുൻ റുബാബുൻ. അപ്പോൾ ദിഅ്ബുൻ നമ്മൾ നേരത്തെ ചേർത്ത് എഴുതേണ്ട ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അതാ
വതുദില്ലു അതൊക്കെ ഖുർആനിൽ നിന്ന് വന്ന ഉദ്റൻ ഹിദാഉൻ ഹുദൂ ദിഅ്ബുൻ. പിന്നെ ഖുർആനിൽ നിന്ന് വന്ന ദാല് വന്ന വേർഡ്സുകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ എന്തെങ്കിലും എഴുതാം. ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് എഴുതിക്കുകയാണെങ്കിൽ ഉസ്താദ് പറയുന്ന ദാല് വന്ന വേർഡ്സുകൾ അവിടേക്ക് എഴുതാൻ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ 11ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.